എല്ലാവർക്കും അപ്പോൾ സോറ സൊല്യൂഷൻസിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് നമ്പർ സിസ്റ്റത്തിൽ തന്നെയുള്ള റോമൻ നമ്പർ സിസ്റ്റത്തിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം നമ്പർ സിസ്റ്റം ഡിഫറെൻറ്റ് ടൈപ്സ് നമ്പർ സിസ്റ്റം ഉണ്ട്. ഇന്ത്യൻ നമ്പർ സിസ്റ്റം ഉണ്ട്, അറബിക് നമ്പർ സിസ്റ്റം ഉണ്ട്, ചൈനീസ് നമ്പർ സിസ്റ്റം ഉണ്ട്. അതേപോലെ തന്നെ ഉള്ളതാണ് റോമൻ നമ്പർ സിസ്റ്റം. അപ്പോൾ കൂടുതലും എക്സാംസും കാര്യങ്ങളൊക്കെ ചോദിച്ചു തന്നെയാണ് റോമൻ നമ്പർ സിസ്റ്റം അത് കൺവേർട്ട് ചെയ്ത് ഇന്ത്യൻ നമ്പർ സിസ്റ്റത്തിലേക്ക് എഴുതുക. ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ നമ്മൾ റോമൻ നമ്പർ സിസ്റ്റംസൊക്കെ സാധാരണ നമ്മൾ യൂസ് ചെയ്യണം ഇന്ത്യൻ നമ്പർ സിസ്റ്റത്തിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ സാധാരണ നമ്മൾ ബേസിക്കായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട നമ്പർ സിസ്റ്റംസാണ് 1. അതിന് നമ്മൾ റോമൻ നമ്പർ സിസ്റ്റത്തിൽ സാധാരണ ഇങ്ങനെ 1 ഇട്ടുന്ന പോലെ 1 ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യാം. 5നെ നമ്മൾ വി ഷേപ്പിൽ 5നെ റോമൻ നമ്പർ സിസ്റ്റത്തിൽ റെപ്രസെൻ്റ് ചെയ്യും. 10നെ എക്സ് കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യും. 15 മുതൽ 1000 വരെ നമ്മൾ LCDM എന്ന രീതിയിലാണ് റെപ്രസെൻ്റ് ചെയ്യണത്. 15നെ നമ്മൾ L എന്ന് പറഞ്ഞ് റെപ്രസെൻ്റ് ചെയ്യും. 100നെ C എന്ന് പറഞ്ഞ് റെപ്രസെൻ്റ് ചെയ്യും. 500നെ D എന്ന് പറഞ്ഞ് റെപ്രസെൻ്റ് ചെയ്യും. 1000നെ M എന്ന് പറഞ്ഞ് റെപ്രസെൻ്റ് ചെയ്യും. അപ്പോൾ 1 മുതൽ 20 വരെയുള്ള റോമൻ നമ്പേഴ്സ് റെപ്രസെൻ്റ് ചെയ്യണത് 1, 2, 3, 4, 5, 6, 7, 8, 9, 10. നിങ്ങളിപ്പോൾ വിചാരിക്കണ്ടോ ഇത്ര റോമൻ നമ്പേഴ്സ് ഞങ്ങളെങ്ങനെ പഠിച്ചെടുക്കും, ഇത്ര ഞങ്ങളെങ്ങനെ മെമ്മറൈസ് ചെയ്യുന്നതൊക്കെ? അതിനൊരു സിമ്പിൾ ട്രിക്കോ ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നിങ്ങൾക്ക് 5 എന്ന് പറഞ്ഞാൽ റോമൻ നമ്പർ അറിയാം, V ആണ്. ആ V അവിടെ എഴുതുക, എന്നിട്ട് ലെഫ്റ്റ് സൈഡിൽ ഒരു 1 ഇട്ട് കൊടുക്കാം. എന്ന് വെച്ചാൽ സാധാരണ നമ്മൾ ചെയ്യണ പോലെ തന്നെ 5 - 1 എത്രയായി? 4 അല്ലേ? അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ എഴുതണതൊക്കെ മൈനസായി പോവുകയും ചെയ്യും. നമ്മളിപ്പോൾ റൈറ്റ് സൈഡിൽ എഴുതണമെങ്കിൽ പ്ലസ്സായി പോവുകയും ചെയ്യും. ഇപ്പോൾ 5ൻ്റെ റൈറ്റ് സൈഡിൽ 1 ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് 6 ആയി. പിന്നെ ഒരു 1 കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് 7 ആയി. അതേപോലെ തന്നെ എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു വലിയ നമ്പറ് ലെഫ്റ്റ് സൈഡിൽ ഇട്ട് കൊടുക്കണ വാല്യൂസൊക്കെ മൈനസായി പോവുകയും ചെയ്യും. റൈറ്റ് സൈഡിൽ ഇട്ട് കൊടുക്കുന്ന വാല്യൂസൊക്കെ പ്ലസ്സായി പോവുകയും ചെയ്യും. ഈ കേസിൽ 5ൻ്റെ ലെഫ്റ്റ് സൈഡിൽ 5 എന്ന് പറഞ്ഞാണ് വലിയ നമ്പർ. അപ്പോൾ 5ൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഇട്ട് കൊടുക്കുന്ന വാല്യൂസ് മൈനസ് ആക്കുകയും ചെയ്യാം. അതേപോലെ തന്നെ 5ൻ്റെ റൈറ്റ് സൈഡിൽ ഇട്ട് കൊടുക്കുന്ന വാല്യൂസൊക്കെ പ്ലസ് ആക്കിയിട്ട് അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ കുറച്ചുകൂടി ക്ലാരിറ്റിക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ 11 മുതൽ 20 വരെയുള്ള റോമൻ നമ്പറിൽ 11ാമത്തെ റോമൻ നമ്പറാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം 10ാമത്തെ റോമൻ നമ്പർ X ആണ്. അപ്പോൾ Xൻ്റെ റൈറ്റ് സൈഡിൽ ഒരു 1 ഇട്ടാൽ പോരെ, പിന്നെ 1 ആയില്ലേ? അതേപോലെ തന്നെ X ആണ് 10 ബിഗ് നമ്പർ. ആ ബിഗ് നമ്പർ റൈറ്റ് സൈഡിൽ ഒരു 1 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ +1 11 ആവും. അങ്ങനെ ഓക്കെ. അതുപോലെ തന്നെ 20ാമത്തെ റോമൻ നമ്പറാണ് കണ്ടുപിടിക്കേണ്ടെങ്കിൽ 10ൻ്റെ റൈറ്റ് സൈഡിൽ Xൻ്റെ റൈറ്റ് സൈഡിൽ ഒരു X കൂടി ഇട്ട് കൊടുക്കുക. 10 + 10 20. ഞാൻ നേരത്തെ പറഞ്ഞ ഈ കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഓർത്ത് വെക്കുക. പിന്നെ മാറ്റം വന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ 40ൻ്റെ കേസ് അങ്ങനത്തെ ഇതിനകത്തൊക്കെ മാറ്റം വന്നുള്ളൂ. പിന്നെ 50 മുതൽ 1000 വരെയാണ് കുറച്ച് ചേഞ്ചസ് തന്നെ. അത് LCDM ഇതിലാണ് റെപ്രസെൻ്റ് ചെയ്യണമെന്ന് പറഞ്ഞത്. അപ്പോൾ ഈ LCDM എന്നുള്ളത് പെട്ടെന്ന് മെമ്മറൈസ് ചെയ്യാനായിട്ട് നിങ്ങൾ L എന്ന് പറയുന്നത് ലിറ്റിൽ, C എന്ന് പറയുന്നത് ക്യാറ്റ്, D ഡ്രിങ്ക്സ്, M മിൽക്ക്, ലിറ്റിൽ ക്യാറ്റ് ഡ്രിങ്ക്സ് മിൽക്ക് എന്ന രീതിയിൽ നിങ്ങൾ ഓർത്ത് വെക്കുക. അപ്പോൾ പെട്ടെന്ന് നമുക്ക് മെമ്മറൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അപ് ടു 100 വരെയുള്ള റെപ്രസെൻറ്റേഷൻ നമുക്ക് നോക്കാം. 100 വരെയുള്ള റെപ്രസെൻറ്റേഷൻ 13നെ XXX, പിന്നെ 14നെ XL, 15നെ L, 16നെ LX, 17നെ LXX, 18നെ LXXX, 19നെ XC, 100നെ C. ആകെ വരണ മാറ്റം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഇടക്ക് 40, 90 അവിടെയൊക്കെയാണ് കുറച്ച് ചേഞ്ചസ് പോലെ വന്നെ. ബാക്കിയൊക്കെ സെയിം. പിന്നെ 100ൻ്റെ 200നെ CC, 300നെ CCC, 400നെ CD, 500നെ D, 600നെ DC, 700നെ DCC, 800നെ DCCC, 900നെ CM ആൻഡ് 1000നെ M. ഇങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യണം. ഇനിയിപ്പോൾ 1000ൻ്റെ കേസിൽ 2000നെ M, 3000നെ M, 4000നെ 4 ബാർ. ഈ
ബാർ എന്ന് പറയുന്നത് പാരന്തസിസ് നൊട്ടേഷൻ എന്നും അതിനെ പറയും. ഈ ബാർ എന്ന് ഉദ്ദേശിക്കുന്നത് അത് ഷോർട്ടാക്കി എഴുതുന്നതിനാണ്, എന്ന് വെച്ചാൽ ഇൻറ്റു 1000 ടൈംസ് പോലെ. ലൈക്ക് ഇപ്പോൾ 4000 നമ്മൾ ഷോർട്ടാക്കി 4 ബാർന്ന് എഴുതും. അത് 4000 നമുക്കിങ്ങനെ എഴുതാം, 4 വെച്ച് നമുക്ക് എഴുതാം. അതിനെ ജസ്റ്റ് ഒന്ന് ഷോർട്ടാക്കി 4 ബാർന്ന് എഴുതണം, എന്നുവെച്ചാൽ 4 × 1000 അങ്ങനെ. അതേപോലെ തന്നെ 5000 5 ബാർ. ലാസ്റ്റ് അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒന്ന് ഫെമിലിയർ ആകാൻ വേണ്ടിയിട്ട് കുറച്ച് എക്സസൈസും കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ CM, അപ്പോൾ CMൻ്റെ ഇന്ത്യൻ നമ്പർ നമ്മൾ കണ്ടുപിടിക്കാം. അപ്പോൾ M എന്ന് പറയുന്നത് 1000, M ആണ്. അപ്പോൾ C എന്ന് പറയണത് 100. അപ്പോൾ M ആണ് ലാർജ്, ബാക്കിൽ C. അപ്പോൾ 1000 മൈനസ് 100 900. പിന്നെ അടുത്തത് വന്നിട്ടുള്ളത് MC. M ആണ് ലാർജർ, M 1000, C 100. അപ്പോൾ 1000 + 100 100. പിന്നെ അടുത്തത് MD, M 1000, D 500. അപ്പോൾ 1000 500 1500. പിന്നെ അടുത്തത് വന്നാണ് MM എന്ന് പറഞ്ഞാൽ 1000 1000 2000. അപ്പോൾ നിങ്ങൾക്ക് റോമൻ നമ്പേഴ്സിനെ കുറിച്ചൊക്കെ കുറച്ച് ഐഡിയാസ് കിട്ടിയിട്ടുണ്ടാവില്ലേ? അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ കുറച്ച് എക്സസൈസ് തരാം. ഇത് നിങ്ങൾ ഒരു ഹോംവർക്ക് പോലെ ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നല്ല രീതിയിൽ പഠിക്കുക. വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ഇതുപോലത്തെ വീഡിയോസ് ചെയ്യാനായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.